ആരോഗ്യം ഏറ്റവും വലിയ സമ്പത്താണ്. എ സൗണ്ട് മൈൻഡ് ഇൻ എ സൗണ്ട് ബോഡി. ഇത് നമ്മൾ പലപ്പോഴായി കേട്ടിട്ടുള്ള ഒരു വാക്യമാണ്. ആരോഗ്യകരമായ ഒരു ജീവിതം വളരെ സന്തോഷപ്രദവും സുഖകരവും ആണെന്നത് നമ്മൾ ഓരോ രോഗം വരുമ്പോഴാണ് അതിനെപ്പറ്റി ചിന്തിക്കുന്നത്. രോഗം വന്നതിന് ശേഷം ചിന്തിക്കുന്നതിനേക്കാൾ നല്ലത് അത് വരാതെ എങ്ങനെ നമുക്ക് തടയാം, അതിനെന്ത് മുൻകരുതൽ എടുക്കാം എന്നുള്ളതാണ്. അതിന് ശാസ്ത്രീയമായി നിങ്ങൾക്ക് നിർദ്ദേശം നൽകാൻ പ്രാപ്തരായ ഒരു കൂട്ടം സുഹൃത്തുക്കൾ അല്ലെങ്കിൽ ഡോക്ടേഴ്സ് നമ്മുടെ സ്കൂളിൽ ഇന്ന് എത്തിയിട്ടുണ്ട്. കാരക്കുളം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ലക്ഷ്മി, അതുപോലെ ഡോക്ടർ ലിബു എന്നീ ഡോക്ടേഴ്സിന്റെ നേതൃത്വത്തിൽ ഡോക്ടറാകാൻ പരിശീലിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളെ നമ്മളോടൊപ്പം കാണാം. അവർ നൽകുന്ന നിർദ്ദേശങ്ങൾ വളരെ ശ്രദ്ധാപൂർവം നിരീക്ഷിക്കുകയും വീക്ഷിക്കുകയും കേൾക്കുകയും എല്ലാം ചെയ്തതിനു ശേഷം അത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. ഇന്നത്തെ ഈ ബോധവൽക്കരണ പരിപാടിയിലേക്ക് ബഹുമാനപ്പെട്ട ഡോക്ടർ ലക്ഷ്മിയെയും ഡോക്ടർ ലിബുവിനെയും മറ്റ് പ്രവർത്തകരെയും സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി. കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗത്തിൽ നിന്ന് വരുന്ന ഡോക്ടർമാരാണ്. ഞാൻ ഡോക്ടർ ലക്ഷ്മി, എൻ്റെ കൂടെയുള്ളത് ഡോക്ടർ ലിബു. വരുന്നത് ഞങ്ങളുടെ മെഡിക്കൽ വിദ്യാർത്ഥിനികളാണ്. ഇന്ന് നിങ്ങളോടൊപ്പം സംവദിക്കാൻ എത്തിയിരിക്കുന്നത് അവർ പനിയെക്കുറിച്ചാണ്. ഇന്ന് പനി ബാധിക്കാത്തവരായിട്ട് ആരുമില്ല. ഇന്ന് ഇപ്പോൾ വലിയൊരു രോഗമായിട്ട് ഓരോ മൂലയിലും ആൾക്കാർക്ക് പനി ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് പലതരത്തിലുള്ള പനികൾ പടരുന്നത്, എന്തൊക്കെ നമ്മുടെ രീതിയിൽ അതിനെ പ്രതിരോധിക്കാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ടീം പവനും നിമിഷിതയെ ഞാൻ അതിനായിട്ട് ക്ഷണിക്കും. ഗുഡ് മോർണിംഗ് ആയിരുന്നു. ഞങ്ങൾ കാരക്കുളം മെഡിക്കൽ കോളേജിലെ സ്റ്റുഡൻസ് ആണ്. അപ്പോൾ ഇന്ന് ഞങ്ങളിവിടെ വന്നത് നിങ്ങളെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അപ്പം ഇപ്പം നമ്മുടെ കേരളത്തിൽ അഭിമുഖീകരിക്കുന്ന ഒരു ആരോഗ്യ പ്രശ്നം എന്താണ്? ഇപ്പൊ പനി എന്ന് പറഞ്ഞാൽ എന്താണ് ഇതിന്റെ ഉദ്ദേശം? ഒരാളാണ് അപ്പം വാതിലൊക്കെ തുറന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ വീട്ടിലിങ്ങനെ കുറച്ച് പേര് വന്ന് നമ്മുടെ വീട്ടിൽ അടുത്തൊക്കെ കയറി നമ്മുടെ റൂമിലൊക്കെ കയറും, അടുക്കളയിലൊക്കെ കയറും, ഇങ്ങനെ ഓരോന്നൊക്കെ ഇട്ട് കഴിച്ച് ഇങ്ങനെ എൻജോയ് ചെയ്ത് നടക്കണം. അപ്പം നമ്മളെന്താ ചെയ്യും? അവർക്ക് നടക്കട്ടെന്ന് വിചാരിക്കും.